ഞാൻ അവിടെ വരെ വരണോ? വേണ്ട ഡോക്ടർ, ഞങ്ങൾ പൊയ്ക്കോളാം. ഗൗരിയുടെ കയ്യിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. നാട്ടിലെത്തിയ ശേഷം എഴുതി അറിയിക്കണം. സേഫായിട്ട് എത്തിയെന്ന് മാത്രം. തീർച്ചയായും. ഇനി ഒരിക്കൽ കാണാൻ കഴിയുമെന്ന് ഐ ഹോപ്പ് സോ. വരട്ടെ ഗൗരി. ടേക്ക് ഗുഡ് കെയർ. ഇവിടെ നിന്നോളൂ, ഞാൻ അന്വേഷിച്ചിട്ട് വരാം. ഈ പാലക്കാട് ബസ് ഒന്നും കിടയാതപ്പാ. ഒരു ബസ്സും ഇല്ലേ? ഒന്നുമില്ലപ്പാ, എല്ലാം സൈക്ക്. അല്ല വെളിച്ചമി വേണ്ട. അത്ര എളുപ്പമൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. ബസ്സുകാര് പണിമുടക്കില്ല. ആ, ഒരു ബസ്സും എങ്ങോട്ടും പോണില്ലാന്ന്. ജീവനക്കാര് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ പിണ്ണവടി യന്ത്രത്തിന് പോണു അത്രേ. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇനിയിപ്പൊ എന്തും ചെയ്യാം. വാ. അയ്യോ, മാറി ഇന്ന് നിന്റെ പണി ഞാൻ തീർക്കും. എവറാ എടാ, മര്യാദക്ക് എന്റെ കണ്ണുമെട്ടത്ത് വരുന്നത് നിനക്ക് നല്ലതല്ല. ലിവർ ഒന്ന് താഴെ. നീ ഇതിനടി കയറിയിരിക്കുന്നത്. ഇറങ്ങോടാ കഴിവേറി. ഇന്ന് നിന്നെ ഞാൻ നിന്നോട് ഞാൻ ടയർ മരണ പറഞ്ഞിട്ട് നീ ആഴമായി നോക്കി നടക്കായിരുന്നു. ഇന്ന് നിന്റെ അവസാനത്തെ ട്രിപ്പാ. കൊല്ലല്ലേ, ഞാൻ ചത്താ പിന്നെ നിങ്ങക്ക് ലോങ് പോവാൻ ആരാ ഉണ്ടാവുക? അതെങ്കിലും ആലോചിച്ച്. നിന്നെ എന്നാ വേണ്ടെന്ന് എനിക്കറിയോ. ഹലോ ഹലോ. അല്ലാ വിശേട്ടെ, ജോസേട്ടാ നമ്മളെ അപ്പേട്ടൻ പറഞ്ഞ ആളാ. നിങ്ങള് നല്ല പണിയാ കാണിച്ചേ ജോസേട്ടാ. ഓഹോ, ഇതാണോ പാർട്ടി? ആ അതെ. അല്ല, നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി? ബസ് സമരത്തിന്റെ കാര്യം ഇപ്പോഴാ അറിഞ്ഞത്. എന്നാ നമ്മളെ കൂടെ പോരി അല്ലേ ജോസേട്ടാ? ആ, ഇവിടെ വെച്ച് കാണാനും ഒരുമിച്ച് പോകാനും ആയിരിക്കും വിധി അല്ലേ? അതെ അതെ. എന്നാ പിന്നെ ബാക്കി പോണ വഴിക്ക് പറയാം. വരീന്ന് വരീന്ന് വാ, നേരെ മുകളിൽ കയറിക്കോളി. അന്ന് ഗൗരിയും കൊണ്ട് പട്ടേലിന്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ ജീവൻ പണയം വെച്ചുള്ള കളിയാണതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് പകരം പാവം അപ്പുവിന് ബലിയാടാകേണ്ടി വന്നു. നെഞ്ചിൽ കത്തിയിറങ്ങുമ്പോ അവൻ വിളിച്ച് പറയുകയായിരുന്നു, എത്രയും വേഗം രക്ഷപ്പെട്ടോളൂന്ന്. അച്ഛനെ, ഈ കളിയിൽ ദാ ഈ നിമിഷം തൊട്ട് ഞാൻ എന്റെ ജീവൻ കൂടെ വെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള വഴിയിൽ എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ചത്തു വീഴുന്നതിന് മുമ്പ് കഴിയാവുന്നതിന്റെ ഒക്കെ പണ്ട കുത്തി ഞാൻ പുറത്തിടും. അപ്പേട്ടനെ കൊന്ന പന്നിനങ്ങൾ എനിക്കൊന്ന് കാണിച്ചേരി. ഓന്റെ സെന്റർ ബോൾട്ട് ഞാൻ ഊരും. ചുമ്മാ ചളവള വർത്താനം വിളിച്ചു പറഞ്ഞ് അവസാനം വാലും ചുരുട്ടി ഓടിയാണ്ടല്ലോ, എന്റെ കയ്യറപ്പ് തീർക്കുന്നതിന്റെ പള്ളക്കായിരിക്കും. ജോസേട്ടാ, ഇത് പഴയ കുഞ്ഞമ്മതല്ല. പണ്ട് ഞാൻ തല്ലും അടിയും കണ്ട ഓടലുണ്ട്. പക്ഷെ ഇത് വിഷയം വേറെയല്ലേ? ജോസ്, വണ്ടി അതാ ഒമാരെ. ആരാ? പട്ടേലിന്റെ ആൾക്കാർ. അപ്പൊ നേരെ കൊണ്ട് കേറ്റല്ലേ? വേണ്ട, ആപത്തെ വിളിച്ചു വരുത്തണ്ട. അത് ബുദ്ധിയാവില്ല. ജോസേട്ടാ, നിങ്ങളൊന്ന് റിവേഴ്സ് എടുത്തോളി. ആ അമുക്കളെടുത്ത് ചിലപ്പോ തോക്കുണ്ടാവും. ആ, വഴിയുണ്ടാക്കാം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. അങ്ങോട്ട് കയറിയേ. ആ, കേറ്. വാ, കേറ് കൊച്ചേ. ആ, പേടിക്കണമെന്ന്. വാ. ആ, കേറ്. सब गाड़ियां चेक करो जल्दी।
കേട്ടോ. ആ നിർത്ത് 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 നിർത്താം പുറത്ത് ഇറങ്ങാൻ. ഇറങ്ങാൻ എന്നാ കോപ്പേ ദാദാ പീസ് വേണ്ട കേട്ടോ. ആ ഫയൽ എടുക്കുക. നിർത്ത് കയറി നോക്കണം. മാറണോ? എന്തേ ചെക്ക് എങ്ങനെ മനസ്സിലായില്ല? ഓട്ടറാ കുഞ്ഞാമതേ, പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ. ആ എന്താണ് അതിനകത്ത്? ബീഹാറിൽ നിന്ന് കൊണ്ടുവരുന്ന 2 ആനകളാ, ഒരു കൊമ്പനും ഒരു പിടി. എവിടേക്ക് പോകണ വണ്ടിയാടാ? കേരളത്തിലേക്ക്. മാറടാ മാറടാ. എന്താടാ ഇത്? എന്താടാ ഇത്? തുണിയാ, പാർസൽ കേരളത്തിലേക്ക്. ഡോർ തുറക്കടാ. എന്നാത്തിനാ? തുറക്കടാ തുറക്കാന്നാ പറഞ്ഞത്. തുറക്കടാ. ഈ എടുക്കട്ടെ. ഇങ്ങോട്ടിറങ്ങി. എന്താ? മുന്നിൽ ചെക്ക് പോസ്റ്റാ. അവിടെ ചെല്ലുമ്പോ ഡോർ തുറക്കാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങി ഓടിക്കൂ. ചെക്ക് പോസ്റ്റ് കഴിയുന്ന വളവ് ഞാൻ കാത്തു നിൽക്കാം. പെട്ടെന്ന്.
ജോസ് മാറ്, ഞാൻ വിളിക്കാം. വിട്ടോളി. പാഴ്സൽ ലോറിയാണ്, മിക്കവാറും അവൻ കിടന്ന ലോറി തന്നെയാവും. சரி விடு, அவன் ரொம்ப தூரம் போயிருக்க முடியாது. போலாம். വിടറാ. ആ നിർത്ത് നിർത്ത് നിർത്ത്. നമ്മൾ റൂട്ടൊക്കെ ഒന്ന് മാറിയാ വന്നത്. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ പുറകെ പോയി ഞങ്ങൾക്ക് ലോഡ് എടുക്കാനുണ്ട്. ഇനിയും ഞങ്ങളെയും കൊണ്ട് പോയാൽ വഴിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. ഒരു വഴിയുണ്ട്. ദാ ഈ സ്ഥലത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, കടുത്തുരുത്തിക്കാരനൊരു തങ്കച്ചൻ. പുള്ളി ഇവിടെ ഒരു ലോഡ്ജ് നടത്തുക. ഇന്നും നാളത്തെ പകലും നിങ്ങളിവിടെ തങ്ങണം. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എത്തും. പിന്നെ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്താ ഒന്ന് മാറി.